നല്ല ഷർട്ടാ. നീ കഴിഞ്ഞ ആഴ്ചല്ലേ ഒരെണ്ണം കൂടി വാങ്ങിച്ചത്? കഴിഞ്ഞ ആഴ്ച ഒന്ന് വാങ്ങി. വീണ്ടും ഒരെണ്ണം കൂടി വാങ്ങുമ്പോൾ ഇത് അടിപൊളിയായിട്ടില്ലേ കാണാൻ രസമൊക്കെ ഉണ്ട്. നീ ഫുള്ള് ഓൺലൈനിൽ നിന്നാണല്ലോ വാങ്ങണേ? എപ്പോഴും ഓൺലൈനിൽ നിന്ന് എടുക്കാറ്. കുഴപ്പമൊന്നുമില്ല, ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാം. പക്ഷേ നമ്മളെപ്പോഴും ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ആളുകളെ കൂടി നമ്മൾ കാണണം. കുറച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ നമുക്ക് അവരൊന്ന് കാണാം. ഇത് സ്വാമിനാഥൻ, പ്രിയപ്പെട്ടവർ സ്വാമിയേട്ടൻ എന്ന് വിളിക്കും. ഒരു കാലത്ത് കിഴക്കഞ്ചേരി കുണ്ടുകാടുള്ള ഓരോ കുടുംബങ്ങളിലും സ്വാമിയേട്ടൻ്റെ കടയിലെ തുണിത്തരങ്ങൾ എത്തുമായിരുന്നു. ഈ ഫീൽഡ് ഞാൻ 15 വയസ്സിൽ തുടങ്ങിയതാണ്. ഞാൻ വേറൊരു ഭാഗത്ത് ശമ്പളത്തിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തുടങ്ങിയതാണ്. തുടങ്ങിയെടുത്തപ്പോൾ ഇത്രയും കാലമായി, ഒരു 10-35 കൊല്ലമായി. 2 വലിയ കടമുറികളിൽ വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, 3 ജീവനക്കാർ. ആ പഴയകാല ഓർമ്മകൾ 100 സ്ക്വയർ ഫീറ്റിലെ ഈ ചെറിയ കടമുറിയിലിരുന്ന് ഓർക്കുകയാണ് സ്വാമിയേട്ടൻ. നേരത്തെ ഒരുവിധം നല്ല കച്ചവടം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കച്ചവടങ്ങൾ കുറവാണ്. ഈ ഓൺലൈൻ കച്ചവടം ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിയായത്. സ്റ്റാഫുകളുണ്ടായിരുന്നു, സ്റ്റാഫുകളൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യണം, ആവുന്നവരെയും ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് പോകുന്നത്. ഇപ്പോൾ സാധാരണ ചെറിയ കടകളിൽ ആൾക്കാർ കേരളം കുറവാണ്. ഒക്കെ വലിയ കടകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ ഏത് സമയം നിർത്തേണ്ട കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ കഷ്ടനഷ്ടങ്ങളൊക്കെ ആയിട്ട് പോകുക തന്നെ, അത്ര തന്നെ, അല്ലാണ്ട് വേറെ രക്ഷയില്ല. നമ്മളോടുകൂടി ഇത് നിൽക്കുകയും ചെയ്യും. ചെയ്യാൻ വേറെ ആളില്ല, ചെയ്യില്ല. വാടക കൊടുക്കേണ്ട, എന്നാലും അത് വാടകയും നമ്മുടെ ഒരു കൂലിക്കാശും കാണണമെങ്കിൽ കച്ചവടം നടക്കണം. കച്ചവടം കുറവല്ല ഇപ്പം. അങ്ങനെയൊക്കെ പോകണം സാർ. ഓൺലൈൻ വ്യാപാരം വലിയ സാധ്യതയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഗുണം സ്വാമിയേട്ടനെ പോലുള്ളവർക്ക് കൂടി ലഭിക്കണമെന്ന് മാത്രം. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.